എല്ലാവർക്കും സ്വാഗതം. MOPയുടെ 30ാമത്തെ എപ്പിസോഡാണ്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഞാൻ വന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വിചാരിക്കുന്ന ഒരു ചോദ്യ പേപ്പർ മുഴുവൻ ഈ ഒറ്റ വീഡിയോയിൽ പെടുത്തി ചെയ്യാമെന്ന്. കുറേ റിപ്പീറ്റഡ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാം, ഇല്ലാത്തത് ഒഴിവാക്കിയിട്ട് ഈ ചോദ്യ പേപ്പർ പുതിയ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാം. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ദയവായിട്ട് പറയാനുള്ള കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. പിന്നെ ഈ എൻ്റെ ക്ലാസ്സുകൾ MOPയുടെ ക്ലാസ്സുകൾ കേട്ട ഒരാളും മോശമെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല ക്ലാസ്സുകളായിട്ടാണ് ആൾക്കാരുടെ ഒരു കമൻസ് വരുന്നത്. സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ കൂടി കേൾക്കട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: കോൾ ബുക്ക് നശിപ്പിക്കേണ്ട കാലയളവ് എത്ര? 3 വർഷമാണ്. കോൾ ബുക്ക് 3 വർഷത്തിന് ശേഷമാണ് നശിപ്പിക്കേണ്ടത്. കറണ്ട് ഫയലിലെ നടപടികൾ വൈകുന്നത് പരിശോധിക്കാനുള്ള ഫലപ്രദമായ സംവിധാനം. കറണ്ട് ഫയലിൽ നടപടി കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അറിയാനുള്ള സംവിധാനമാണ് ഇത്. പേഴ്സണൽ രജിസ്റ്റർ നോക്കിയാൽ മതി. ഒരു ഫയലിൽ എന്തൊക്കെ ആക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അടുത്ത ചോദ്യം: കോൾ ബുക്കിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? തപാൽ ക്ലർക്കാണ് കോൾ ബുക്കിന്റെ സൂക്ഷിപ്പുകാരനെന്ന് പറയുന്നത്. അടുത്തത്: ഓഫീസ് സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഓഫീസ് വിട്ടുപോകുന്ന ജീവനക്കാർ സമയം രേഖപ്പെടുത്താൻ രജിസ്റ്റർ, അത് മൂവ്മെന്റ് രജിസ്റ്ററാണ്. അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള ക്ലർക്ക് അർജന്റ് എന്ന് രേഖപ്പെടുത്തിയ കമ്മ്യൂണിക്കേഷൻ ആർക്കാണ് അയക്കേണ്ടത്? ഡ്യൂട്ടിയിൽ ഒരു ക്ലർക്ക് ഉണ്ടെങ്കിൽ അവധി ദിവസം എല്ലാ ഓഫീസിലും ഇല്ല. കളക്ട്രേറ്റുകൾ പോലെയുള്ള ഓഫീസുകളിലാണ്, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിലൊക്കെയാണ് സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടിയിൽ ക്ലർക്ക് ഉണ്ടാവുക. അവർ അർജന്റ് എന്ന് രേഖപ്പെടുത്തിയ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്ക് അയക്കണം? ഓഫീസ് മേധാവിക്ക്, ഹെഡ് ഓഫ് ഓഫീസിനാണ് അയക്കേണ്ടത്. ഒരു വ്യക്തിക്കോ അധികാരിക്കോ അയക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ കോപ്പി എടുക്കുന്നതിനും അയക്കുന്നതിനും ഉപയോഗിക്കുന്ന പദം ഇഷ്യൂ എന്നാണ്. ഇഷ്യൂ എന്ന് രേഖപ്പെടുത്തിയ പേപ്പറുകൾ വേഗത്തിൽ അയക്കുന്നതിന് ഉത്തരവാദപ്പെട്ട വ്യക്തി ആരാണ്? ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. ഇഷ്യൂവിനായി ഒരു കമ്മ്യൂണിക്കേഷൻ തയ്യാറാക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അയക്കേണ്ട ഔദ്യോഗിക കമ്മ്യൂണിക്കേഷനിൽ ആരെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? രജിസ്ട്രാറെയാണ്. ഹൈക്കോടതി രജിസ്ട്രാറെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. നോട്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ നിറം എന്താണ്? മഞ്ഞ. എല്ലാം റിപ്പീറ്റഡ് ആണ് കേട്ടോ. കോൾ ബുക്ക് പരിശോധിക്കേണ്ട കാലാവധി എത്രയാണ്? അതിന്റെ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ആവൃത്തി, പീരിയോഡിസിറ്റി എത്രയാണ്? എല്ലാ മാസമാണ്. കോൾ ബുക്ക് എല്ലാ മാസവും പരിശോധിക്കണം. ഡി ഡിസ്പോസൽ ക്ലോസ് ചെയ്ത ഒരു ഫയല് എത്ര വർഷം സൂക്ഷിക്കണം? 10 വർഷമാണ് ഡി ഡിസ്പോസൽ സൂക്ഷിക്കേണ്ടത്. ഒരു പേപ്പറിന് കറണ്ട് നമ്പർ നൽകി പേഴ്സണൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുന്നത്? രജിസ്റ്റേർഡ് എന്ന് വിളിക്കും. കറണ്ട് നമ്പർ നൽകി PR എൻ്റർ ചെയ്താൽ അതിനെ രജിസ്റ്റേർഡ് എന്ന് പറയും. നിലവിലെ ഫയലുകളിൽ മുൻപത്തെ പേപ്പറുകളുടെ സംഗ്രഹം, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെ എന്താണ് വിളിക്കുന്നത്? അതായത് നിലവിലെ ഫയലുകളിൽ മുൻപത്തെ പേപ്പറുകളുടെ ചുരുക്കം, അതിൻ്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച മൊത്തം കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതാണ് ഈ ക്ലർക്ക് എഴുതുന്ന നോട്ട്. അതിലെല്ലാം ഉണ്ടാവും. അടുത്ത ചോദ്യം: പേഴ്സണൽ രജിസ്റ്ററിലെ ഫ്ലൈ ലീഫിൽ ഏത് ഉദ്യോഗസ്ഥരുടെ പേരാണ് എഴുതേണ്ടത്? സെക്ഷൻ ക്ലർക്കിന്റെയും സൂപ്രണ്ടിന്റെയും. താഴെ പറയുന്നവയിൽ ഏത് പേപ്പറാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്? കേൾക്കണേ, അത് നമ്മൾ പറഞ്ഞതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി പറയാം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാത്ത പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ഒട്ടിക്കാത്ത പെറ്റി പരാതികൾ, അല്ലെ സഫീഷ്യന്റ് സ്റ്റാമ്പ് ഒട്ടിക്കാത്ത പരാതികൾ, തെറ്റായ അഡ്രസ്സ് എഴുതിയിട്ടുള്ള പരാതികൾ, പേപ്പറുകൾ, പ്രത്യേക അപേക്ഷാ ഫോറത്തിൽ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അല്ലാതെ വരുന്ന അപേക്ഷകൾ, അത്തരം കാര്യങ്ങൾ, പേപ്പറുകൾ ഒന്നും തന്നെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാമ്പ് ഒട്ടിക്കാത്തത്, അല്ലെ മതിയായ സ്റ്റാമ്പില്ലാത്തവ, തെറ്റായ വിലാസത്തിലുള്ളവ, നിശ്ചിത ഫോമിലല്ലാത്ത അപേക്ഷകൾ, ഈ കാര്യങ്ങളൊക്കെയുള്ള അപേക്ഷകൾ എവിടെ വേണ്ട? ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം: ഒരു ഫയൽ അവസാനമായി തീർപ്പാക്കുമ്പോൾ ഫയലിനൊപ്പം ഏതിന്റെ പകർപ്പാണ് റെക്കോർഡ് റൂമിലേക്ക് അയക്കേണ്ടത്? ഒരു ഫയല് അവസാനമായി തീർപ്പാക്കുമ്പോൾ ഏതിന്റെ പകർപ്പാണ് റെക്കോർഡ് റൂമിലേക്ക് അയക്കേണ്ടത്? ഫയൽ തീർപ്പാക്കി ഫയൽ മാത്രം പോയാൽ പോരാ,
ഇൻഡെക്സ് സ്ലിപ്പ് കൂടെ പോകണം. ഇൻഡെക്സ് സ്ലിപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഇൻഡെക്സ് സ്ലിപ്പ് കൂടി പോകണം ഇൻഡെക്സിങ് നടത്തുന്ന കാര്യങ്ങളിൽ. ഏത് തരം തീർപ്പാക്കലാണ് ഒറിജിനലായി പുറത്തേക്ക് അയക്കേണ്ടത്? ഡിസ്പോസലാണ്. ഒറിജിനൽ അടക്കം പുറത്തേക്ക് അയക്കുന്നത്, ഒറിജിനൽ അടക്കം പുറത്തേക്ക് എൻഡിസ് ആണ്. ഏത് തരത്തിലുള്ള തീർപ്പാക്കലാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്? ഇൻഡെക്സ് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ആറും ഡിയും ആണ്. ആർ ഡിസ്പോസലും ഡി ഡിസ്പോസലുമാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള തീർപ്പാക്കലുകളാണ് ബ്രൗൺ പേപ്പർ ജാക്കറ്റുകളിൽ തുന്നേണ്ടത്? ബ്രൗൺ പേപ്പർ ജാക്കറ്റുകളിൽ ഇട്ട് തുന്നി ചേർത്ത് സൂക്ഷിക്കേണ്ടത് ആർ ഡിസ്പോസലും ഡി ഡിസ്പോസലുമാണ്. ഒരു ഓഫീസിൽ ലഭിക്കുന്ന എഫിമറൽ സ്വഭാവമുള്ള പേപ്പറുകൾക്ക് നമ്പർ നൽകുന്നില്ല. ഇവ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? ഇവ തീർപ്പാക്കുന്നത് ഒന്നുകിൽ എക്സൻ ഡിസ്പോസലായിട്ട് അല്ലെങ്കിൽ എക്സൽ ഡിസ്പോസലായിട്ടാണ്. അടുത്ത ചോദ്യം, ഡ്രാഫ്റ്റിന്റെ ഓഫീസിലെ പകർപ്പ് അനുബന്ധ രേഖകളും ഏതിലേക്കാണ് ചേർക്കേണ്ടത്? ഡ്രാഫ്റ്റിന്റെ ഓഫീസിലെ പകർപ്പ് ചേർക്കേണ്ടത്, അനുബന്ധ രേഖകൾ ചേർക്കേണ്ടത് കറണ്ട് ഫയലിലേക്കാണ്. എല്ലാ ബാക്ക് നമ്പറുകളിലെയും ഇൻസൈഡ് ജാക്കറ്റുകളിലെ തീർപ്പാക്കലിലേക്കുള്ള ക്രോസ് റഫറൻസിനെ എന്ത് വിളിക്കുന്നു? ആ ക്രോസ് റഫറൻസ് ആണ് ശരിക്കും ചെയിനിങ് എന്ന് പറയുന്നത്. ക്രോസ് റഫറൻസ് ചെയിനിങ്. അതായത് കമ്പൈൻഡ് ഇൻഡെക്സ്, സംയുക്ത ഇൻഡെക്സ് സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പുതിയ സ്ലിപ്പുകൾ ചേർക്കാം. ഇൻഡെക്സ് സ്ലിപ്പുകൾ പുതിയതായിട്ട് ചേർക്കാം. അതാണ് കമ്പൈൻഡ് ഇൻഡെക്സ് സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള മേന്മ. അടുത്ത ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചോദ്യമാണ്. ഒരു വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ ചേർക്കുന്ന എൻട്രിയെ വിളിക്കുന്ന പേരാണ്, ആൻസർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു, ടൈറ്റിൽ. റെക്കോർഡ് റൂമിൽ ഇൻഡെക്സ് സ്ലിപ്പുകൾ എങ്ങനെയാണ് ഒരുമിച്ച് ഫയൽ ചെയ്യുന്നത്? റെക്കോർഡ് റൂമിലെ ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്നത് ഒരു മുഴുവൻ ഓഫീസിനും വേണ്ടി ഒന്നിച്ചാണ്. മുഴുവൻ ഓഫീസിനും വേണ്ടിയാണ് ഫയൽ ചെയ്യുന്നത്. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ പാസാക്കിയ ഉത്തരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ കണ്ടെത്താൻ താഴെ പറയുന്നവയിൽ ഏതാണ് സഹായിക്കുന്നത്? ഒരു പ്രത്യേക വിഷയത്തിൽ പാസാക്കിയ ഉത്തരവുകൾ അടങ്ങിയ പേപ്പറുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇൻഡെക്സുകൾ. മുഴുവൻ ഓഫീസിനും വേണ്ടി, അടുത്ത ചോദ്യമാണ്, മുഴുവൻ ഓഫീസിനും വേണ്ടി ഒരു സംയുക്ത കമ്പൈൻഡ് ഇൻഡെക്സിൽ റെക്കോർഡ് റൂമിൽ സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ്. ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ്. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഇൻഡെക്സ് ചെയ്യുന്നതിനായി തരംതിരിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട ഡാഷ് എന്ന പേരിൽ ഇൻഡെക്സ് ചെയ്യുന്നു. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിംഗ് ആണ് എന്ത് വരും? അത് അദ്ദേഹത്തിന്റെ ആ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. അടുത്തത്, സ്യൂട്ടുകൾ സംബന്ധിച്ച പേപ്പറുകൾ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത്? അത് പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു സ്യൂട്ട്സ് തന്നെയാണ്, കേസുകളുമായി ബന്ധപ്പെട്ടതെന്ന്. അതായത് സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എന്ന രീതിയിൽ തന്നെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇൻഡെക്സ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഡെക്സിംഗ് സംവിധാനത്തെ എന്താണ് വിളിക്കുന്നത്? അത് സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇൻഡെക്സ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഡെക്സിംഗ് സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം. അടുത്ത ചോദ്യം, സർക്കാരിലേക്ക് ആശയവിനിമയം നടത്തുന്നതിന് ഏത് രൂപമാണ് ഉപയോഗിക്കുന്നത്? സർക്കാരിലേക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി കത്താണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ഫയൽ ഇടയ്ക്കിടെ പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്ഷൻ സൂപ്രണ്ടാണ്. സ്റ്റോക്ക് ഫയൽ ഇടയ്ക്കിടെ പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്ഷൻ സൂപ്രണ്ടാണ്. ഒരു റണ്ണിംഗ് നോട്ട് എപ്പോഴാണ് നശിപ്പിക്കപ്പെടുന്നത്? 3 വർഷത്തിന് ശേഷമാണ്. റണ്ണിംഗ് നോട്ട് 3 വർഷത്തിന് ശേഷമാണ് നശിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, സെക്യൂരിറ്റി രജിസ്റ്റർ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കും? 10 വർഷത്തിന് ശേഷം. റെക്കോർഡ് സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് നൽകുന്ന എല്ലാ രേഖകളും ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? റെക്കോർഡ് സെക്ഷനിൽ നിന്ന് ക്ലർക്കുമാർക്ക് ആവശ്യമുള്ളപ്പോൾ പഴയ ഫയലുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഏത് രജിസ്റ്ററിലാണ് അത് രേഖപ്പെടുത്തുന്നത്? അതായത് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ. അതെവിടെ ഉണ്ടാവും? റെക്കോർഡ് റൂമിൽ ഉണ്ടാവും. ഗവർണർക്ക് അയക്കുന്ന കത്തിന്റെ സബ്സ്ക്രിപ്ഷൻ ഒപ്പിടുന്നതിന് മുമ്പുള്ള വാചകം എന്താണ്? ഗവർണർക്കാണ് അയക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയാണ്. അടുത്ത ചോദ്യം, ഓഫീസിലെ രേഖകളിൽ ഉൾപ്പെടുത്താൻ അനുയോജ്യമല്ലാത്ത കത്തിടപാട് രൂപം ഏതാണ്? ഓഫീസിലെ ഔദ്യോഗിക സ്വഭാവം ഇല്ലാത്ത എന്ന് പറയുന്ന കത്തിന്റെ രൂപമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഡെമി ഒഫീഷ്യലാണ്.
ഒരു സ്ത്രീക്ക് അയക്കുന്ന കത്തിലെ അഭിസംബോധന എന്താണ്? മാഡം. മാഡം എന്നാണ് സ്ത്രീക്ക് അയക്കുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഒരു രേഖയുടെ പകർപ്പ് കീഴുദ്യോഗസ്ഥന് അയക്കാൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ രൂപം നമ്മൾ നിരവധി തവണ പറഞ്ഞതാ. ഒരു രേഖയുടെ പകർപ്പ് കീഴുദ്യോഗസ്ഥന് അയക്കാൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ രൂപം എൻഡോസ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, ഉന്നതാധികാരികൾക്ക് അയക്കുന്ന ഔദ്യോഗിക ആശയവിനിമയങ്ങളുടെ ഫെയർ കോപ്പികളിൽ ആര് ഒപ്പിടണം? ഉന്നതാധികാരികൾക്ക് അയക്കുന്നതാണെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസ് ഒപ്പിടണം. അടുത്ത്, KPSCയിലേക്കുള്ള ഔദ്യോഗിക ആശയവിനിമയം ആരെ അഭിസംബോധന ചെയ്യും? കേരള PSC സെക്രട്ടറി അഭിസംബോധന ചെയ്യും. അടുത്തത്, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ കൃത്യമായ പരിപാലനത്തിന് ഉത്തരവാദി ആരാണ്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ കൃത്യമായ പരിപാലനത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ശരിക്കും ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. അതിന്റെ പരിപാലനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മെമ്മോറാണ്ടം രൂപത്തിലുള്ള കത്തിടപാടുകൾ ഒപ്പിടാൻ ആർക്ക് കഴിയും? സെക്ഷൻ സൂപ്രണ്ടിന് കഴിയും. അടുത്ത ചോദ്യം, പല അധികാരികളും പാലിക്കേണ്ട സ്ഥിരമായ സ്വഭാവമുള്ള ഒരു പ്രധാന നിർദ്ദേശം ആശയവിനിമയം നടത്തുന്ന രൂപം ഏതാണ്? പല അധികാരികളും പാലിക്കേണ്ട സ്ഥിരമായ സ്വഭാവമുള്ള ഒരു പ്രധാന നിർദ്ദേശം ആശയവിനിമയം നടത്താൻ വേണ്ടി സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് സർക്കുലർ എന്ന് പറയുന്നത്. എല്ലാവരും പാലിക്കേണ്ട പൊതു നിയമങ്ങൾ, ഇപ്പോൾ പോലീസിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് DGP ഒരു സർക്കുലർ ഇറക്കാറുണ്ട്. അത് സർക്കുലറാണ്. അത് പല അധികാരികളും പാലിക്കേണ്ട സ്ഥിരമായ സ്വഭാവമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം രൂപങ്ങൾ, അതായത് സർക്കുലറുകൾ ഇറക്കുന്നത്. കീഴുദ്യോഗസ്ഥനെ വിമർശിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ ആരോപണം, അത് ഹെഡ് ഓഫ് ഓഫീസ് തന്നെ ഉൾപ്പെടണം. തിരുത്തലുകളും വരികൾക്കിടയിലുള്ള എഴുത്തുകളും എവിടെയാണ് ഒഴിവാക്കേണ്ടത്? ഫെയർ കോപ്പിയിലാണ്. ഫെയർ കോപ്പിയിൽ തിരുത്തലും ഉണ്ടാവരുത്, വരിക്കിടയിൽ എഴുതാനും പാടില്ല ഫെയർ കോപ്പിയിൽ. അടുത്ത ചോദ്യം, അച്ചടക്ക നടപടികളുടെ ഫെയർ കോപ്പിയിൽ ആരും ഒപ്പിടണം? ഹെഡ് ഓഫ് ഓഫീസ്. അച്ചടക്ക നടപടിയാണോ ഹെഡ് ഓഫ് ഓഫീസിന്റെ താഴെയുള്ള ആരും ഒപ്പിടാൻ പാടില്ല. ഓഫീസിൽ ലഭിക്കുന്ന തപാൽ ആരുടെ സാന്നിധ്യത്തിലാണ് തുറക്കേണ്ടത്? ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹം നിയമിച്ചിരിക്കുന്ന മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ. അടുത്തത്, ടൈപ്പിസ്റ്റുകൾ സൂക്ഷിക്കേണ്ട ഫോം നമ്പർ 16. 16ന്റെ പേരിന്റെ എന്താ? ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ എന്നാ. ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ആര് സൂക്ഷിക്കുന്നു? ടൈപ്പിസ്റ്റുകൾ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ. അതിന്റെ ഫോം എന്ന് പറയുന്നത് 16ആണ്. ഫോം നമ്പർ 16. ലോക്കൽ ഡെലിവറി ബുക്ക് ദിവസവും പരിശോധിക്കേണ്ടത് ആരാ? ഡെസ്പാച്ചിങ് ക്ലർക്കാണ്. ആ സാധനം അവിടെ കൊടുത്തിട്ടുണ്ടോ, ലോക്കൽ ഡെലിവറിയിൽ നമ്മൾ അയച്ചു വിട്ടതാണ്, അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയാലേ മനസ്സിലാവുക. ഡെസ്പാച്ചിങ് ക്ലർക്കാണ് ലോക്കൽ ഡെലിവറി ദിവസവും പരിശോധിക്കേണ്ടത്. ഒരു രേഖ ഒപ്പിട്ട ശേഷം അത് ആർക്കാണ് കൈമാറേണ്ടത് എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ അവിടെ ഉദ്ദേശിക്കുന്നത്, അന്തിമ തീരുമാനം അല്ലെങ്കിൽ തീർപ്പാക്കൽ. അപ്പോൾ ആ പേപ്പറൊക്കെ ഒപ്പിട്ടു, എല്ലാം കഴിഞ്ഞ് പേപ്പർ അവസാനമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആർക്കാണ് കൈമാറേണ്ടത്? അത് കൈമാറേണ്ടത് ഡെസ്പാച്ചിങ് ക്ലർക്കിനാണ്, അതായത് അയക്കുന്ന ക്ലർക്കിനാണ് കൈമാറേണ്ടത്. നിവേദനങ്ങളിൽ പതിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ ആദ്യം റദ്ദാക്കേണ്ടത് ആരാണ്? നമ്മൾ സ്റ്റാമ്പുകൾ ഡീഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാമ്പുകൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാക്കണം, കോർട്ട് ഓഫ് സ്റ്റാമ്പൊക്കെ. അത് ആദ്യം ശരിക്കും ചെയ്യേണ്ടത് തപാൽ ക്ലർക്കാണ്. അടുത്ത ചോദ്യം, ഓഫീസ് കോപ്പിയിൽ ഡെസ്പാച്ച് സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ആരാണ്? അത് ഡെസ്പാച്ച് ക്ലർക്കാണ്. ഓഫീസ് കോപ്പിയിലാണ്, ഒരു ഡിസ്പോസലിന്റെ ഓഫീസ് കോപ്പിയിലാണ് ഡെസ്പാച്ച്ഡ് എന്ന് സീൽ വെക്കുക. ഡെസ്പാച്ച് സ്റ്റാമ്പ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ഡെസ്പാച്ച് സീല് വെക്കുകയാണ്. അത് ചെയ്യുന്നത് ഡെസ്പാച്ച് ക്ലർക്കാണ്. എവിടെയാണ്? ഇതിന്റെ ഓഫീസ് കോപ്പിയിൽ. അടുത്തത്, ഉദ്യോഗസ്ഥൻ നോട്ടിലെ വശത്ത് തന്റെ ചോദ്യം എഴുതുമ്പോൾ സെക്ഷൻ ക്ലർക്ക് എവിടെയാണ് മറുപടി നൽകേണ്ടത്? സെക്ഷൻ ക്ലർക്ക് നോട്ടിന്റെ തുടർച്ചയായിട്ട് മറുപടി നൽകണം. നമുക്കറിയാം, നോട്ടിന്റെ ഇടതുവശത്ത് മാർജിൻ ഉണ്ടാവും. ആ മാർജിനിലാണ് ഉദ്യോഗസ്ഥൻ ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി സെക്ഷൻ ക്ലർക്ക് നോട്ടിന്റെ തുടർച്ചയായിട്ടാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗിക ആശയവിനിമയം നമ്പർ നൽകുന്നവരെ എന്തത്? അതിനാണ് തപാൽ എന്ന് പറയുന്നത്. നമ്പർ നൽകുന്നത് വരെ അത് തപാലാണ്. അടുത്ത ചോദ്യം, റെക്കോർഡുകൾക്കായുള്ള അപേക്ഷാ ഫോമിൽ ഒപ്പിടേണ്ടത് ആരാണ്? റെക്കോർഡുകൾക്കായിട്ടുള്ള അപേക്ഷാ ഫോം റെക്കോർഡ് എവിടുന്ന കിട്ടണ്ടേ? ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡ് റൂമിലാണ് എന്തുള്ളത്? ഫയലുകൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡുകൾക്കായിട്ട് റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കണം. അതിൽ ഒപ്പിടേണ്ടത് ആരാ? ക്ലർക്ക് തന്നെ ഒപ്പിട്ടാൽ മതി. ഏത് ക്ലർക്കിനാണോ
ഈ റെക്വസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ട് റെക്കോർഡ് ആവശ്യമുള്ളത് ആ ക്ലർക്കാണ് ഒപ്പിടേണ്ടത്. അടുത്ത ചോദ്യം, അയക്കേണ്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ കവറിലാക്കി അല്ലെങ്കിൽ പാക്ക് ചെയ്ത് ആരുടെ സാന്നിധ്യത്തിലാണ് സീൽ ചെയ്യേണ്ടത്? സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് കവറിലാക്കുകയും സീൽ ചെയ്യുകയും ചെയ്യേണ്ടത്. ഓഫീസറുടെ വസതിയിലേക്ക് അയക്കുന്ന പ്യൂണിന് നൽകുന്ന കവറിൽ താമസമില്ലാതെ കൈമാറുന്നതിനായി എന്താണ് രേഖപ്പെടുത്തേണ്ടത്? അതിൽ കൊടുത്തുവിടുന്ന സമയം രേഖപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഒരു ഓഫീസറുടെ വസതിയിലേക്ക് അർജന്റ് സാധനമാണ്, അത് ഹെഡ് ഓഫ് ഓഫീസിന്റെ വസതിയിലേക്ക് കൊടുത്തുവിടുകയാണ് നമ്മൾ. അപ്പോൾ പ്യൂണിന്റെ അടുത്താണ് കൊടുത്തുവിടുന്നത്, ഒയുടെ അടുത്താണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ അയാൾ അവിടെ ചെന്ന് താമസമില്ലാതെ കൈമാറണം. അപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് 2 മണിക്ക് കൊടുത്തു വിട്ടാൽ 2:15 അവിടെ എത്തുമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 മണി അന്ന് സമയം അവിടെ രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ അയാൾ കൊടുത്തുവിട്ട സമയമൊന്നും ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ 5 മണിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് കാലതാമസം വരും. ഓക്കെ, അപ്പോൾ സമയമാണ് നമ്മൾ ഈ കൈമാറുമ്പോൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത്, റെക്കോർഡ് റൂമിൽ നിന്ന് റെക്കോർഡ് എടുക്കുമ്പോൾ പകരമായിട്ട് നൽകുന്നത് എന്താണ്? അത് പകരമായിട്ട് നൽകുന്നത് സ്ലിപ്പാണ്. ഒരു റിക്വസിഷൻ സ്ലിപ്പിൽ എത്ര റെക്കോർഡുകൾ ആവശ്യപ്പെടാം? റെക്കോർഡ് റൂമിൽ നിന്ന് റെക്കോർഡ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ക്ലർക്ക് റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കും. അപ്പോൾ റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്താൽ എത്ര ഫയൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എത്ര റെക്കോർഡ് എടുക്കാം? ഒരു സ്ലിപ്പിന് ഒരു റെക്കോർഡ് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, റെക്കോർഡ് ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം? 3 വർഷം. ഫെയർ കോപ്പി രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം? 3 വർഷം. റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ എപ്പോൾ നശിപ്പിക്കാം? 3 വർഷത്തിന് ശേഷം നശിപ്പിക്കാം. പേഴ്സണൽ രജിസ്റ്റർ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാം? 3 വർഷത്തിന് ശേഷം PR നശിപ്പിക്കാം. പെട്ടെന്നുള്ള റഫറൻസിനായി സൂക്ഷിക്കുന്ന സർക്കാർ ഉത്തരവുകളുടെ സ്ഥിരമായ ഫയലിനെ എന്ത് വിളിക്കുന്നു? അതാണ് സ്റ്റോക്ക് ഫയൽ. ഒരുപാട് സർക്കാരിന്റെ ഉത്തരവുകളെല്ലാം വരുന്ന എല്ലാം കൂടി നമ്മൾ സ്റ്റോക്ക് ഫയലിലിടും. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റോക്ക് ഫയലിൽ നിന്ന് ഈ ഉത്തരവുകൾ പരിശോധിക്കാം. അടുത്തത്, ആനുവൽ ഇൻഡെക്സ് എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാം? 20 വർഷത്തിന് ശേഷമാണ് ആനുവൽ ഇൻഡെക്സ് നശിപ്പിക്കാൻ പറ്റൂ. അടുത്ത ചോദ്യം, ഒരു ഫയൽ തീർപ്പാക്കിയ ശേഷം പേഴ്സണൽ രജിസ്റ്ററിൽ എന്താണ് ലഭിക്കേണ്ടത്? ഒരു ഫയൽ തീർപ്പാക്കി കഴിഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്ററിൽ അക്നോളജ്മെന്റ് ലഭിക്കണം. അടുത്ത ചോദ്യം, ഒരു കത്തിന്റെ മുകളിൽ എന്താണ് എഴുതേണ്ടത്? തലക്കെട്ട എഴുതേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ട സാധനം, ഒരു കത്തിന്റെ മുകളിൽ എന്താ എഴുതേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ കത്തിന്റെ മുകളിൽ എഴുതുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ കറക്റ്റ് ആൻസർ ടൈറ്റിലാണ് അഥവാ തലക്കെട്ട്. അടുത്ത ചോദ്യം, ഒരു ഫയലിന് തുടക്കം കുറിക്കുന്ന ഓഫീസിൽ നിന്ന് നൽകുന്ന ഏതൊരു റെഫറൻസ്, ആ ഓഫീസിൽ തന്നെയുള്ള റെഫറൻസ്, അതും നമ്മൾ നിരവധി തവണ കണ്ട അറൈസിംഗ് റെഫറൻസ്. ഒരു ഫയൽ തീർപ്പാക്കുന്നത് എളുപ്പമാക്കുന്നതിന് എന്താണ് എഴുതുന്നത്? ഫയൽ തീർപ്പാക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ക്ലർക്ക് എന്തെഴുതുന്നത്? നോട്ട് എഴുതുന്നത്. ഏത് തരത്തിലുള്ള പേപ്പറുകളാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തത്? നിസാര സ്വഭാവമുള്ള പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടർ, താൽക്കാലിക സ്വഭാവമുള്ള നിസാര സ്വഭാവമുള്ള പേപ്പറുകൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതില്ല. താഴെ പറയുന്നവയിൽ ഏത് സന്ദേശമാണ് ഡെമി ഒഫീഷ്യൽ ആശയവിനിമയം കണക്കാക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് ടെലഫോൺ മെസ്സേജ് ഒരു ഡിഒ ലെറ്റർ ആണ്. അതിന് കൺസിഡർ ചെയ്യുന്ന ആ രീതിയില്ല. ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലെറ്റർ എന്ന് പറയേണ്ട, ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഒരു ടെലഫോൺ മെസ്സേജിനെ കണക്കാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെലഫോൺ മെസ്സേജ് എന്തായി കണക്കാക്കുന്നു? ടെലഫോൺ മെസ്സേജ് ഒരു ഡിഒ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്, ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് എത്ര കോളങ്ങളുണ്ട്? 8 കോളമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ഫയല് സെക്ഷനിൽ എത്ര കാലം സൂക്ഷിക്കണം? സ്റ്റോക്ക് ഫയൽ അവിടെ കിടന്നോട്ടെ, അത് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ഓർഡറുകളും അതിനകത്തല്ലേ ഉള്ളത്. അത് സ്ഥിരമായിട്ടാണ് അവിടെ സൂക്ഷിക്കേണ്ടത്, സ്ഥിരമായിട്ട് അവിടെ സൂക്ഷിക്കാം. ഓരോ ഫയലിലും എത്ര ഫ്ലൈ ലീഫുകൾ വെക്കാം? ഓരോ ഫയലിലും ഒരു ഫ്ലൈ ലീഫാണ് വെക്കുക. റെക്കോർഡ് റൂം ക്വാർട്ടർലി പരിശോധിക്കാൻ ആര് ഉത്തരവാദിയാണ്? നമ്മൾ പറഞ്ഞു 3 മാസത്തിൽ ഒരിക്കൽ റെക്കോർഡ് റൂം പരിശോധിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഓഫീസിൽ. ആരാത്? ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ, അതായത് മിനിസ്റ്റീരിയൽ ഓഫീസർമാരുടെ ജീവനക്കാരുടെ ഹെഡാണ് 3 മാസത്തിൽ ഒരിക്കൽ റെക്കോർഡ് റൂം പരിശോധിക്കേണ്ടത്. ഹെഡ് ഓഫ് ഓഫീസ് എല്ലാ മാസവും പരിശോധിക്കേണ്ട രജിസ്റ്റർ ഏതാണ്? അത് കോൾ ബുക്കാണ്. ഹെഡ് ഓഫ് ഓഫീസ് എല്ലാ മാസവും പരിശോധിക്കേണ്ട രജിസ്റ്റർ കോൾ ബുക്കാണ്. അടുത്ത ചോദ്യം, ഇമ്പോർട്ടഡ്, അർജന്റ്, പേഴ്സണൽ തുടങ്ങിയവ എക്കണോമിക് സ്ലിപ്പിൽ അടയാളപ്പെടുത്തേണ്ട നിറം, അത് ചുവപ്പ് മഷിയിലാണ് രേഖപ്പെടുത്തുക.
ഇമ്പോർട്ടൻ്റ് എന്നോ അർജൻ്റ് എന്നോ പേഴ്സണൽ എന്നോ ഒക്കെ ആ കവറിന് മുകളിൽ എഴുതുന്നത് ചുവന്ന മഷിയിലാണ്. അടുത്ത ചോദ്യം, ഡെസ്പാച്ച് ക്ലർക്ക് എവിടെയാണ് പതിക്കേണ്ടത്? ഡെസ്പാച്ച് ക്ലർക്ക്, അതായത് ഈ നമ്മൾ എല്ലാ ഡിസ്പോസൽ കഴിഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലർക്ക് എന്ത് പതിക്കും? ഡെസ്പാച്ച് സ്റ്റാമ്പ് അല്ലെങ്കിൽ ഡെസ്പാച്ച്ഡ് എന്ന് പറയുന്ന സീല് പതിക്കും. ആ ഡെസ്പാച്ച്ഡ് എന്ന് പറയുന്ന സീല് പതിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പതിക്കുന്നത് ഓഫീസ് കോപ്പിയിലാണ്. ഡെസ്പാച്ച്ഡ് എന്നത് ആ സീല് പതിക്കുന്നത് ഓഫീസ് കോപ്പിയിലാണ്. ഓരോ സബ്ജക്റ്റ് ക്ലർക്കും എല്ലാ മാസവും ഫോം 11 പെൻഡൻസി സംഗ്രഹം തയ്യാറാക്കേണ്ടത്, പെൻഡിങ് ആയിട്ടുള്ള കേസുകളുടെ സംഗ്രഹം അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഏത് ദിവസമാണെന്ന്? ഫസ്റ്റ് ഡേ തന്നെയാണ്. ഫസ്റ്റ് ഡേ. ഒരു കേസ് തീർപ്പാക്കുന്നതിനായി മുൻകാല കത്തിടപാടുകൾ വെക്കുന്ന പ്രക്രിയയെ എന്തെന്ന് വിളിക്കുന്നു? ഒരു കേസ് തീർപ്പാക്കുന്നതിനായി ഇതിന് മുന്നുണ്ടായ കത്തിടപാടുകളൊക്കെ ആ വെക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ റഫറൻസിങ് എന്ന് പറയുന്നത്. റഫറൻസിങ്. ചോദ്യം ശ്രദ്ധിക്കണേ. ഒരു കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകാല കത്തിടപാടുകൾ വെക്കുന്ന പ്രക്രിയയെ റഫറൻസിങ് എന്ന് പറയുന്നു. റിമൈൻഡർ ഡയറി ആരാണ് സൂക്ഷിക്കേണ്ടത്? 12 പേജുള്ള ഒരു റിമൈൻഡർ ഡയറി അവിടെ ഉണ്ടാവും. അത് സൂക്ഷിക്കേണ്ടത് ആരാണ്? സെക്ഷൻ ക്ലർക്കാണ്. ഇനി കവറിൽ ഒട്ടിക്കുന്ന സ്ലിപ്പ് ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം. എക്കണോമിക് സ്ലിപ്പാണ് കവറിൽ ഒട്ടിക്കുന്ന സ്ലിപ്പ്. അടുത്ത ചോദ്യം, രഹസ്യരേഖകൾ അടങ്ങിയ കവറിലെ എക്കണോമിക് സ്ലിപ്പിന്റെ ഇരുവശത്തും പതിക്കുന്നത് എന്ത്? രഹസ്യരേഖകൾ അടങ്ങിയ കവറിലെ എക്കണോമിക് സ്ലിപ്പിന്റെ ഇരുവശത്തും പതിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് ഓഫീസിലാണ്. ആ ഒട്ടിക്കുന്ന ഭാഗവും കവറിന്റെ പുറത്തും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഓഫീസിൽ പതിക്കും. അപ്പോൾ ഈ കവറിന്റെ അപ്പുറത്തും അങ്ങനെ തന്നെ. അപ്പോൾ എന്ത് വരും? ഈ സ്ലിപ്പ് കീറുകയോ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഓഫീസിൽ പതിക്കുന്നത്. ഇക്കണോമിക് സ്ലിപ്പ് ഇതിൽ ഉപയോഗിക്കാൻ കഴിയും. ഏതിലാണ് എക്കണോമിക് സ്ലിപ്പ് ഉപയോഗിക്കാത്തത്? നല്ല കവർ, ഒട്ടിച്ച കവർ എടുക്കേണ്ടത് ഏതിനു വേണ്ടിയിട്ടാണ്? രജിസ്റ്റേർഡ് തപാൽ അയക്കാൻ വേണ്ടി എക്കണോമിക് സ്ലിപ്പ് ഉപയോഗിച്ച കവറുകൾ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിലെ ഓഫീസിലേക്കുള്ള എല്ലാ കത്തുകളും അയക്കേണ്ടത് എങ്ങനെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിലാവുമ്പോൾ ലോക്കൽ ഡെലിവറി വഴിയാണ് അയക്കേണ്ടത്. ഫെയർ കോപ്പി സൂപ്രണ്ട് ദിവസവും പരിശോധിക്കേണ്ട രജിസ്റ്ററായ ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ പണി എന്താ? ടൈപ്പിങ്, കോപ്പി എടുക്കുക, അയക്കുക. അവിടെയാണ് ഏത് രജിസ്റ്റർ ഉള്ളത്? ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. അതാണ് ഫെയർ കോപ്പി സൂപ്രണ്ട് ദിവസവും പരിശോധിക്കേണ്ട രജിസ്റ്റർ. അടുത്തത്, റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതിന് വാർഷികാടിസ്ഥാനത്തിൽ ആരുടെ ഉത്തരവാണ് ആവശ്യമായി വരുന്നത്? റെക്കോർഡ് ഫയലുകൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇന്ന ഫയലുകൾ നശിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്ന് വെച്ചിട്ട് അതിനൊരു വ്യവസ്ഥയും കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടുപോയിട്ടിട്ട് തീയിടുകയല്ല ചെയ്യുന്നത്. അതിന് ഹെഡ് ഓഫ് ഓഫീസിന്റെ ഉത്തരവ് വാർഷികാടിസ്ഥാനത്തിൽ ആവശ്യമാണ്. അടുത്ത ചോദ്യം, ആനുകാലിക റിപ്പോർട്ടുകളുടെയും റിട്ടേണുകളുടെയും കൃത്യമായ രസീത് അല്ലെങ്കിൽ ഡെസ്പാച്ച് നിരീക്ഷിക്കാൻ ഓരോ ക്ലർക്കും ഫോം 11 അപ്പൻഡിക്സ് 1 സൂക്ഷിക്കേണ്ട രജിസ്റ്റർ. അതാണ് ആനുകാലിക റിപ്പോർട്ടുകളും റിട്ടേണുകളും. രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ്. ആനുകാലികം എന്ന് പറഞ്ഞാൽ തന്നെ പീരിയോഡിക്കൽസ് ആണ്. അതിൽ തന്നെ ഉത്തരവുണ്ട്. അടുത്ത ചോദ്യം, ഔദ്യോഗിക കത്തുകളിലെ അഭിസംബോധന എന്താണ്? ഔദ്യോഗിക കത്തുകളിലെ അഭിസംബോധന എങ്ങനെയാണ്? സർ. സർ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അടുത്ത, റെക്കോർഡ് റൂമിന് മുന്നിൽ ഇരിക്കേണ്ടത് ആരാണ്? റെക്കോർഡ് കീപ്പറാണ്. അടുത്തത്, താൽക്കാലികമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ എന്ത് വിളിക്കുന്നു? താൽക്കാലികമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ, ഈ ചോദ്യം കഴിഞ്ഞ എപ്പോഴോ വന്നിട്ടുണ്ട്, ലൈ ഓവർ എന്ന് വിളിക്കും. ലൈ ഓവർ, LIEOVER, ലൈ ഓവർ എന്നാണ് വിളിക്കുന്നത്. താൽക്കാലികമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ ലൈ ഓവർ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേപ്പറുകൾ പിൻ ചെയ്യുമ്പോൾ പിന്നിന്റെ കൂർത്ത അറ്റം ഏത് വശത്തായിരിക്കരുത്? പിന്നിന്റെ കൂർത്ത വശം മുകളിലോട്ട് അയക്കരുത് എന്നാണ് പറയാറ്. പിന്നിന്റെ കൂർത്ത വശം ഈ പേപ്പറിൽ മുട്ടുസൂചി കയറ്റി കഴിയുമ്പോൾ അതിന്റെ മുകളിലോട്ടാവരുത്. അടുത്ത ചോദ്യം, പൊതുവായ നിയമം അനുസരിച്ച് ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ പേപ്പറിന്റെ ഇരുവശങ്ങളിലും എത്ര മാർജിൻ ഒഴിച്ചിടണം? നമുക്കറിയാം, നോട്ട് തയ്യാറാക്കുമ്പോൾ 1/3 മാർജിൻ ഇരുവശങ്ങളിലും ഒഴിച്ചിടണമെന്നാണ്. 1/3 മാർജിൻ ഒഴിച്ചിടണം ഇരുവശങ്ങളിലും. അടുത്ത ചോദ്യം, മറ്റൊരാളുടെ വ്യക്തിപരമായ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗം എന്താണ്?
ഒരു വേറൊരാളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡെമി ഒഫീഷ്യൽ ആശയവിനിമയം നടത്തുന്നത്. അർദ്ധ ഔദ്യോഗിക ആശയവിനിമയം എന്ന് അതിന് പറയാം. അടുത്ത്, കീഴുദ്യോഗസ്ഥരിൽ നിന്നോ അഭിപ്രായങ്ങൾ തേടുന്നതിന് ഉപയോഗിക്കുന്നതിന് ആശയവർഗമാണ് എൻഡോസ്മെന്റ്. കീഴുദ്യോഗസ്ഥനോ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എൻഡോസ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. കീഴുദ്യോഗസ്ഥരിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ പിന്നെ തേടുന്നതിന് വേണ്ടിയിട്ടും എൻഡോസ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. അത് രണ്ടും എൻഡോസ്മെന്റിൽ വരുന്നതാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. കീഴുദ്യോഗസ്ഥന് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ, അയാൾ നടപ്പിലാക്കേണ്ട, അയാൾ സ്വീകരിക്കേണ്ട ചില നടപടികളെക്കുറിച്ച് അറിയിക്കാൻ എൻഡോഴ്സ്മെന്റ് ഉപയോഗിക്കും. അതേപോലെ കീഴുദ്യോഗസ്ഥനിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും എൻഡോഴ്സ്മെന്റ് എന്ന ആശയവിനിമയ മാർഗം ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായി ഒരു കത്തിൽ എത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം? ഒരു കത്തിൽ ഒരു വിഷയം മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, ഓഫീസിൽ നിന്നുള്ള എല്ലാ ആശയവിനിമയങ്ങളും ആരുടെ പേരിലാണ് അയക്കേണ്ടത്? ഒരു ഓഫീസിൽ നിന്ന് അയക്കുമ്പോൾ അതിന്റെ ഫ്രം എപ്പോഴും ആ ഹെഡ് ഓഫ് ഓഫീസ് ആയിരിക്കും, അല്ലേ? നമ്മൾ പല ക്ലർക്കും ഉണ്ടാവും, ആ പല ക്ലർക്കിന്റെ പേരിലല്ല ഫ്രം ഇടുക. എല്ലാ ലെറ്ററുകളും അത് ഫ്രം എന്ന് പറയുന്നത് ആ ആ സ്ഥാപനത്തിന്റെ ഹെഡിന്റെ പേരിലാണ് അയക്കുക, ഹെഡ് ഓഫ് ഓഫീസിന്റെ പേരിലാണ്. താഴെ പറയുന്നവർ ആർക്കാണ് സർക്കാരിലേക്ക് നേരിട്ട് കത്തയക്കാൻ കഴിയുക? നമുക്കറിയാം, സർക്കാരിലേക്ക് നേരിട്ട് കത്തയക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, വകുപ്പ് മേധാവി ആണ്. ഓക്കെ, കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത് 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഈ ചോദ്യ പേപ്പർ വളരെ സിമ്പിളായിരുന്നു. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ചോദ്യങ്ങളായിരുന്നു ഇപ്പം പറഞ്ഞത്. അപ്പം നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ആരും നമ്മൾ സംശയമുള്ള ഒന്നിന് ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. MOP ക്ലാസ്സുകൾ മുഴുവൻ അങ്ങോട്ട് കേട്ടാൽ പോവുക ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയായാലും ഒരു 50 മാർക്ക് കിട്ടാൻ ഒരു കളിയില്ല. നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ വെറുതെ അറ്റൻഡ് ചെയ്തിട്ട് മൈനസ് വരുത്തണ്ട. ഒരുപാട് 80, 90, 100 മാർക്ക് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ല. എന്നാലും നമ്മൾ പഠിച്ചതല്ലേ, മാക്സിമം മാർക്ക് കിട്ടുന്നത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് ചെയ്യുക. പക്ഷെ തീരെ അറിയാത്തത് അറ്റൻഡ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മൾ മിനിമം പാസ്സാകാനുള്ള മാർക്ക് കിട്ടാൻ ഈ ക്ലാസ്സുകൾ ധാരാളമാണ്. നിങ്ങൾ ഒരു പുസ്തകവും വായിക്കേണ്ട, ക്ലാസ് കേട്ടാൽ മാത്രം മതി. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.